ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ട് അടിപൊളിയായിട്ടൊക്കെ ഇരിക്കാമെന്ന് വിചാരിക്കണു. എന്തൊക്കെയുണ്ട് നിങ്ങളുടെ ഓണം വിശേഷങ്ങൾ, ഓണം പരിപാടികളൊക്കെ തുടങ്ങിയോ എന്നൊക്കെ പറയാം. അപ്പോൾ ഓണത്തിൻ്റെ ഒരു ടൈം ആയപ്പോൾ തൊട്ടേ എനിക്ക് ഓണം വീഡിയോസ് അപ്ലോഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഡ്യൂ ടു കുറേ റീസൺസ് ഐ കുഡൻറ്റ് ഡു ഇറ്റ്. അപ്പോൾ ഞാൻ ഓർത്തു ഓണത്തിന് മുന്നേ അറ്റ്ലീസ്റ്റ് ഒരു വീഡിയോ എങ്കിലും ഓണം ബേസ്ഡ് ഇടണമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ എന്ന് പറയുന്നത് ഒരു ക്യുക്കായിട്ടുള്ളൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആയിരിക്കും. ആൻഡ് മെയിനായിട്ട് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് ഹെയർ സ്റ്റൈൽസ് ആണ്. എനിക്ക് ഒരുപാട് പേര് കമൻറ്റിൽ അന്ന് ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്തപ്പോൾ ചോദിച്ചതായിരുന്നു ഹെയർ സ്റ്റൈൽ വീഡിയോസ് ചെയ്യുമെന്ന്. അപ്പോൾ ഇനി കോളേജിലാണെങ്കിലും സ്കൂളിലാണെങ്കിലും ഓഫീസിലും എല്ലാം ഓണം പരിപാടികൾ വരികയല്ലേ. അപ്പോൾ ഞാൻ ഓർത്തു യൂസ്ഫുൾ ആയിരിക്കും ഒരു ഹെയർ സ്റ്റൈൽ വീഡിയോ ചെയ്താലെന്ന്. ലൈക്ക് നമുക്ക് വേറെ ആരെയും ഡിപ്പെൻഡ് ചെയ്യാണ്ട്, വേറെ ആരുടെയും ഹെൽപ്പ് ഇല്ലാണ്ട് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഹെയർ സ്റ്റൈൽസ്, എനിക്കറിയാവുന്ന കുറച്ച് ഹെയർ സ്റ്റൈൽസ് ആണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് മെയിനായിട്ട് ഷെയർ ചെയ്ത് തരാൻ പോകുന്നത്. സോ ഇങ്ങനെ ഇരുന്ന് ഹെയർ സ്റ്റൈൽസ് കാണിച്ചൊരു ഭംഗി ഉണ്ടാവില്ലല്ലോ. ഞാനൊരു ബന്ധമില്ലാത്ത കമ്മലൊക്കെ ചുമ്മാ ഇട്ടുകൊണ്ടിരിക്കുക കേട്ടോ. സോ ഞാൻ ആദ്യം ഒന്ന് ക്വിക്കായിട്ട് റെഡി ആവട്ടെ, അതിനുശേഷം നമുക്ക് ഹെയർ സ്റ്റൈൽസിലേക്ക് പോവാം. ഓക്കെ, സോ വൺസ് അഗെയിൻ വെൽക്കം ടു മൈ ചാനൽ. ഞാനിന്ന് വലുതായിട്ട് മേക്കപ്പിൽ ഫോക്കസ് ചെയ്യുന്നില്ല, കാരണം നമ്മുടെ ഫോക്കസ് ഹെയർ സ്റ്റൈലാണ്. പക്ഷെ എന്നാലും എൻ്റെ ഫേസിൽ നല്ല ഫേഷ്യൽ ഹെയർസ് വളർന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മേക്കപ്പ് ചെയ്യുമ്പോൾ എപ്പോഴും ഫ്ലോലെസ് ആയിട്ടിരിക്കണമെങ്കിൽ നമ്മൾ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. ഞാൻ ഈ പെരുതുന്നുണ്ടല്ലോ. ആക്ച്വലി ഞാൻ ഇന്ന് വൺ മോർ തിങ്, ഞാനിന്ന് എൻ്റെ പുതിയ റൂമിലിരുന്നാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഇവിടെ ബാക്കിയൊന്നും ആയിട്ടില്ല, ഇത് കബോർഡാണ്. കബോർഡൊക്കെ സെറ്റാണ്. ഞാൻ കബോർഡ് ബാക്ക്ഗ്രൗണ്ടിൽ വെച്ചിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യാണ്. അപ്പോൾ എന്താ പറഞ്ഞിട്ടുണ്ട്, സോ ഫുൾ സാധനങ്ങൾ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ അത്യാവശ്യം ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങളാണ് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അപ്പോൾ എനിക്ക് അറിയില്ല എന്തൊക്കെ എവിടെ ഇരിക്കണേ എന്നൊക്കെ ആണ് ഞാനിങ്ങനെ കരുതുന്നത്. ഓക്കെ, അപ്പോൾ സോ ഫസ്റ്റ് നമ്മൾ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യാൻ പോവാണ്. അതിന് ആദ്യം മുഖത്ത് മോയ്സ്ചറൈസറോ അലോവേറ ജെല്ലോ എന്തെങ്കിലും അപ്ലൈ ചെയ്തിട്ട് വേണം നമ്മൾ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യാൻ. അപ്പോൾ ആസ് ഓഫ് നൗ എൻ്റെ കയ്യിൽ അലോവേറ ജെല്ലില്ല, താഴെയാണ്, എനിക്ക് പോകാൻ വയ്യാത്തതുകൊണ്ട് ഞാനിപ്പോൾ തൽക്കാലം മോയ്സ്ചറൈസർ ഇട്ടിട്ട് റിമൂവ് ചെയ്യാൻ പോവുകയാണ്. അപ്പം ഇങ്ങനെയാണ് ഹെയർ ഗ്രോത്ത്. അപ്പോൾ നമ്മൾ ആ ഡയറക്ഷനിൽ, ഓപ്പോസിറ്റ് അല്ല, ഞാൻ ഈ ഡയറക്ഷൻ എന്നാണ് ചെയ്യുന്നത്. നമ്മുടെ ഒരു കുരു ഉണ്ട്, ആ കുരുവിനെ നമുക്ക് അധികം ഡിസ്റ്റർബ് ചെയ്യാണ്ട് നമുക്ക് ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യാം. ഫസ്റ്റ് സ്റ്റെപ്പ്, നമുക്ക് ടോണർ യൂസ് ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ മോയ്സ്ചറൈസറാണ് ഇടുന്നത്. ഇച്ചിരി മോയ്സ്ചറൈസർ അധികം ഇടുന്നുണ്ട്. സൺസ്ക്രീൻ നെക്സ്റ്റ്. നമ്മൾ ബേസിക് ആയിട്ടുള്ള സ്കിൻ കെയർ സ്റ്റെപ്സ് കഴിഞ്ഞു. എൻ്റെ മിറർ ഇരിക്കുന്നുണ്ടോ കേട്ടോ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് നോക്കുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ഞാൻ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്തില്ല, ഞാൻ നേരെ കോമ്പാക്റ്റിലോട്ടാണ് പോകുന്നത്. സോ എൻ്റെ മാക്കിൻ്റെ കോമ്പാക്റ്റാണ് യൂസ് ചെയ്യുന്നത്. ഞാനിന്ന് പുതിയ ബ്രഷ് എടുക്കാണ് ഗൈസ്, അത് ഉദ്ഘാടനമാണ് കേട്ടോ. നല്ല രസമുള്ള ബ്രഷ്. ഓക്കെ, അപ്പോൾ നമുക്ക് കോമ്പാക്റ്റ് കുറച്ചെടുക്കാം. ചില കുട്ടികൾ മേക്കപ്പ് ഇടുമ്പോൾ എപ്പോഴും നിങ്ങളിലേക്ക് മേക്കപ്പ് ആണെങ്കിലും സ്കിൻ കെയർ ആണെങ്കിലും നിങ്ങളുടെ നെക്കിലും കൂടി ഇടുക. പൊതുവേ ഇപ്പം എനിക്ക് പൊതുവേ എൻ്റെ ഫേസിനെക്കാട്ടിലും ടാൻഡാണ് എൻ്റെ നെക്ക്. കാരണം ഇപ്പോൾ വെയിലടിച്ചാലും നമ്മൾ ഇങ്ങനെയല്ലേ കവർ ചെയ്യുള്ളൂ, നമ്മൾ ഇങ്ങനെ ആരും കവർ ചെയ്യത്തില്ലല്ലോ. അപ്പോൾ പൊതുവേ നമ്മുടെ എൻ്റെ നെക്ക് കുറച്ച് പൊതുവേ ടാൻഡാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ലൈക്ക് മിക്ക പേർക്കും അങ്ങനെ ആയിരിക്കും. അതിൻ്റെ കൂടെ മേക്കപ്പ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ചിലർ ഇത്ര മാത്രമേ മേക്കപ്പ് ഇടൂ. അപ്പോൾ ശരിക്കും എടുത്തറിയും, രണ്ട് ഡിഫറെൻറ്റ് കളർ എടുത്തറിയും, വിച്ച് ഇസ് ആക്ച്വലി വെരി ബാഡ്. ഒരു രസമല്ല കാണാൻ, ഇതൊരു പ്രത്യേകമാണ്. അപ്പോൾ നിങ്ങൾ മേക്കപ്പ് ഇടുന്ന സമയത്ത് നിങ്ങളുടെ നെക്കിലും ഫേസിലും ഒരേപോലെ ഇടുക. ആൻഡ് നല്ല ബ്രോഡ് നെക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു പോർഷനിലും എത്ര ആണോ നമ്മുടെ ഫേസുമായിട്ട് അറ്റാച്ച്ഡ് ആയിട്ട് എത്ര സ്കിന്നാണോ കാണുന്നത് അത്രയും പോർഷനിൽ നിങ്ങൾ എന്താ പറയുക ഇടാൻ ശ്രമിക്കണം. ഓക്കെ, നല്ല ബ്രഷ് പുതിയത് ജിഗ ഉണ്ടായിരുന്നു. സോ കോമ്പാക്റ്റ് ഇട്ടു. ഇനി നമുക്ക് ബ്ലഷ് ഇടാം. ബ്ലഷ് സോ ഞാൻ ഇന്ന് യൂസ് ചെയ്യാൻ പോകുന്നത് എൻ്റെ എർത്ത് പ്രിത്തം എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ടിൻറ്റാണ്, ചീക്ക് ടിൻറ്റാണ്.
ഒരിക്കൽ ആലിയ ഭട്ടിൻ്റെ ഒരു വീഡിയോയിൽ കണ്ടതാണ്. പുള്ളിക്കാരി ബ്ലഷ് ഇടുന്ന സമയത്ത് ഇങ്ങനെ ഇടും പോലും, ഇവിടുന്ന് ഇവിടം വരെ. ഞാനോ പാപ്പാറ്റുള്ള കൂടെ പക്ഷെ എന്നെ കാണുമ്പോൾ ചുരുക്കിയ കണക്ക്. ഓക്കെ, സോ ലെറ്റ്സ് കംപ്ലീറ്റ് ഇറ്റ്. ഓക്കെ, ഡൺ. ഇനി നമുക്ക് ഐബ്രോസും കണ്ണും നോക്കാം. എനിക്കാണെങ്കിൽ പുരികം വരയ്ക്കുമ്പോൾ എപ്പോഴും ഒരു പിള്ളേച്ചൻ എഫക്റ്റ് തോന്നും. പുരുഷൻ അനുഗ്രഹിക്കണം, ആ വൈബാണ് എനിക്ക് എന്നെ കാണുന്നത്. ഇനി ഐലൈനർ. ഐലൈനറും കണ്ണും എഴുതി ലിപ്സ്റ്റിക് ഇടുമ്പോൾ നമ്മുടെ മുഖത്തെ പരിപാടി കഴിയും. നമുക്ക് ഇന്നൊരു ബ്ലാക്ക് പൊട്ട് വയ്ക്കാം. സിമ്പിളായിട്ടുള്ള ഒരു ലുക്കാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഭയങ്കര ആഡംബരമൊന്നും വേണ്ട അല്ലേ. ഇത് നോർമൽ ഇതാണ് ഞാൻ. എൻ്റെ എവറി ടൈം ഫേവറേറ്റ് ഡിവോട്ടഡ് ടു ചില്ലിയുടെ ലിപ്സ്റ്റിക്. യു നോ ഗൈസ്, തീർന്നു. ഇത്രയേ ഉള്ളൂ ഇതിൽ, ബാക്കി ഇടാം. ഇതും കൂടെ മിക്സ് ചെയ്തിടാം നമുക്ക്. ഞാനത് മൊത്തം തുടച്ചു ഗൈസ്. നമുക്കിന്ന് ഈ ഒരു ലിപ് ഷെയ്ഡ് ഇടാം. ഇത് മേബിലിൻ്റെ ആണ്, ഇട്ടോക്കട്ടെ. ഭയങ്കര ന്യൂഡായിപ്പല്ലേ, കുഴപ്പമില്ല. ഓക്കെ, ലെറ്റ്സ് സീ. നമുക്ക് ലാസ്റ്റ് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. ഓക്കെ, സോ ഞാനത് മേക്കപ്പ് ഫിക്സർ കൊണ്ട് ഫിക്സ് ചെയ്യട്ടെ. എൻ്റെ ഫാൻ താഴെയായിപ്പോയി. ഓക്കെ, ഇനി അതൊന്ന് ഡ്രൈ ആവുന്ന ടൈം നമുക്ക് ഹെയർ നല്ല പോലെ ഒന്ന് കോംബ് ചെയ്തെടുക്കാം. അപ്പം ഞാൻ മുടി ചെയ്യട്ടെ. സോ ഗൈസ്, ഞാൻ മേക്കപ്പ് കഴിഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് സ്ഥലം മാറി. കാരണം അവിടെ എനിക്കിരുന്നിട്ട് ഒട്ടും നിങ്ങൾക്ക് ഹെയർ സ്റ്റൈൽ കാണിച്ചു തരാൻ പറ്റില്ല. ഇതാകുമ്പോൾ എനിക്ക് ഫ്രണ്ടിൽ മിററും ഉണ്ട്. ആൻഡ് ഐ വിൽ ബി ഏബിൾ ടു ഷോ യു പ്രോപ്പർലി. സോ ആദ്യം തന്നെ ഇതുപോലെ സെൻറ്റർ പാർട്ടീഷൻ എടുത്തിട്ട് നല്ല പോലെ ഫ്രണ്ട് പോർഷൻ കോംബ് ചെയ്യുക. ഇതാ ഒരു സെക്ഷൻ എടുക്കുക. ഇങ്ങനെ എടുക്കുന്ന സെക്ഷനെ കോംബ് ചെയ്യുക. എന്നിട്ട് ഈ ഒരു പോർഷനെ മൂന്നായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം. 1 2 3. എന്നിട്ട് നോർമലി മുടി പിന്നുന്ന പോലെ ഒറ്റ പ്രാവശ്യം ചെയ്യുക. രണ്ടാമത്തെ പ്രാവശ്യം ചെയ്യുന്ന സമയത്ത് വീണ്ടും ഇവിടുന്ന് കുറച്ച് ഹെയർ നമുക്ക് അതിൻ്റെ കൂടെ എടുക്കണം. ഓക്കെ, എന്നിട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നല്ല ടൈറ്റായിട്ട് തന്നെ കെട്ടാൻ നോക്കുക. ആൻഡ് ഓരോ ബ്രെയ്ഡും പ്രോപ്പറായിട്ട് എടുക്കുക. ശരിയായില്ലെങ്കിൽ അപ്പം കറക്റ്റ് ചെയ്ത് പോകും, അല്ലെങ്കിൽ ലാസ്റ്റ് ഫുൾ അയക്കേണ്ടി വരും. ആൻഡ് തേർഡ് സെക്ഷൻ, ഫോർത്ത് സെക്ഷൻ, ഫിഫ്ത്ത് സെക്ഷൻ. എന്താ ഈ ഒരു വൈകിനെ അടുത്തേക്ക് കണ്ടിന്യൂ ചെയ്യാം. ബാക്കിൽ നമുക്കൊരു പിൻ വെച്ച് സെക്യൂർ ചെയ്യാം. ടൈറ്റായിട്ട് നിങ്ങൾ സ്ലൈഡ് വെക്കണം കേട്ടോ, ലൂസായിട്ട് വെക്കരുത്. ടൈറ്റായിട്ട് സ്ലൈഡ് വെക്കുക. സ്ലൈഡ് അവിടെ വെച്ച് നമ്മുടെ ഹെയർ സെക്യൂർ ആയിരുന്നതിന് ശേഷം ഈ ഒരു കോമ്പിൻ്റെ പോർഷൻ വെച്ച് ഓരോ പോർഷൻ ഓരോ ഗ്യാപ്പ് ഇങ്ങനെ ഒന്ന് പുഷ് ചെയ്ത് കൊടുക്കുക. ഒരു ചെറിയൊരു ബൗൺസി എഫക്റ്റ് കിട്ടും. ഇവിടെ ആദ്യം ഒരു സെക്ഷൻ എടുക്കുക. നമുക്ക് നമ്മൾ കൂടെ കാണിക്കുകയാണ്. ജസ്റ്റ് ഇവിടെ ഒരു സെക്ഷൻ എടുക്കുക, മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം. എന്നിട്ട് നോർമലി പിന്നുന്ന പോലെ പിന്നെ രണ്ടാമത്തെ സെക്ഷൻ എടുക്കുമ്പോൾ വീണ്ടും മുടി എടുക്കുക. ആഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഫ്രണ്ടിൽ നിന്ന് മാത്രം ആഡ് ചെയ്യുക, ബാക്കിൽ നിന്ന് ആഡ് ചെയ്യണ്ട.
ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഹെയർ സ്റ്റൈൽ. ഇതൊരു ഇങ്ങനെ ഓപ്പൺ ചെയ്തിടാൻ പറ്റിയൊരു ഹെയർ സ്റ്റൈലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ ഇവിടെ പൂ വയ്ക്കാം, അടിയിൽ നിന്ന് പൂ വയ്ക്കാം, അങ്ങനെ ഡിഫറെൻറ്റ് രീതിയിൽ നമുക്ക് ഈ ഒരു ഹെയർ സ്റ്റൈലിനെ സ്റ്റൈൽ ചെയ്യാൻ പറ്റും. സിമ്പിൾ ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഹെയർ സ്റ്റൈലാണിത്. ഞാൻ എൻ്റെ ഒരു വൺ ഓഫ് ദി ഡെയിലി ഗോ ഹെയർ സ്റ്റൈലാണ്. ഞാൻ മിക്കപ്പോഴും കിട്ടുന്ന ഒരു ഹെയർ സ്റ്റൈലാണിത്. അപ്പോൾ നിങ്ങൾ എന്നെ അധികം കണ്ടിട്ടുള്ളതും ഈ ഒരു ഹെയർ സ്റ്റൈലായിരിക്കും. അപ്പോൾ ഷൂട്ട്സിനൊക്കെ ഞാൻ സ്വന്തമായിട്ടാണ് റെഡി ആവണമെങ്കിൽ ഞാൻ എപ്പോഴും ഓപ്റ്റ് ചെയ്യണ ഒരു ഹെയർ സ്റ്റൈലാണിത്. അപ്പോൾ ഇതാണ് ഹെയർ സ്റ്റൈൽ നമ്പർ 1. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പൂവും കൂടി വെച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഒറിജിനൽ ഇല്ല, അതുകൊണ്ട് ഞാൻ എന്താ ഒരു ഡ്യൂപ്ലിക്കേറ്റ് പൂ വെച്ച് കാണിച്ചു തരാൻ പോവാണ്. ഓക്കെ, സോ ഇതേ ഒരു ഹെയർ സ്റ്റൈൽ തന്നെ ഇനി പൂവിനെ നമുക്കൊന്ന് മാറ്റി പ്ലേസ് ചെയ്താൽ ഒരു ഡിഫറെൻറ്റ് ലുക്ക് കിട്ടും. അതുകൂടി ഞാൻ കാണിച്ചു തരാം. ലൈക്ക് പൂവിനെ ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് അറിയായിരിക്കും നിങ്ങൾക്ക് ദിസ് ഇസ് നോട്ട് ഫ്രഷ് സാധനം എന്നാണ് എൻ്റെ ഞാൻ ആദ്യമായിട്ടല്ലേ കാണിക്കുന്നത്. അപ്പം ഇരിക്കട്ടെ അല്ലേ. സോ അടുത്ത ഹെയർ സ്റ്റൈലിൽ ഞാൻ ആക്ച്വലി ഫ്രണ്ട് പോർഷൻ ചേഞ്ച് ചെയ്യുന്നില്ല. ഈ ഒരു ബ്രൈഡ് അങ്ങനെ വെച്ചിട്ട് ഇതാ ഇവിടെ പിടിച്ച് ബണ്ണിടാൻ പോവാണ്. ഫുള്ളായിട്ട് ബണ്ണിട്ടിട്ട് ഇതും ഒരു ഹെയർ സ്റ്റൈലാണ് ഗൈസ്. ആക്ച്വലി ഇതും ഒരു രസമുള്ള ഹെയർ സ്റ്റൈലാണ്. ബട്ട് ഇതല്ല നമ്മുടെ ഹെയർ സ്റ്റൈൽ. ഇതിനു വേണ്ടി ഞാൻ ആക്ച്വലി സാധനം യൂസ് ചെയ്യുന്നുണ്ട്. ഇതാണ് ആ സാധനം. ഇത് നമുക്ക് മുടിയിലേക്ക് വെച്ചാൽ ഇതാ നമ്മുടെ ഒറിജിനൽ മുടി പോലെ ഇരിക്കും. എൻ്റെ ഹെയറിൻ്റെ കളറുമായിട്ട് പക്കാണ്. ഇത് മനസ്സിലാവത്തില്ല എന്താ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ഇങ്ങനത്തെ ആർട്ടിഫിഷ്യൽ സാധനങ്ങളൊന്നും മനസ്സിലാവേയില്ല. പക്ഷെ ഇതെവിടെ കിട്ടുമെന്ന് എനിക്കറിയില്ല. ഞാൻ ആക്ച്വലി പർച്ചേസ് ചെയ്തത് ട്രിവാൻഡ്രത്ത് പാളയത്ത് സാവല്യം കോംപ്ലക്സിൻ്റെ അകത്തുള്ള ഏതോ ഒരു കടയിൽ നിന്നാണ്. റാൻഡമായി ഞാൻ എന്തോ വേറൊന്നും മേടിക്കാൻ പോയപ്പം കണ്ടു, അങ്ങനെ ഞാൻ എടുത്തതാണ്. കുറേ നാളായി, ഇതുവരെ ഒരു ഡാമേജും ഒരു കാര്യമില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് വയ്ക്കേണ്ടത് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു കണ്ണിൽ ജസ്റ്റ് ഇങ്ങനെ കയറ്റി വെക്കാൻ വേണ്ടിയിട്ട്, എന്നിട്ട് നമ്മുടെ ബാക്കി മുടിയെ ആദ്യം സെക്ഷൻസ് ആയിട്ട് എടുക്കണം. ആദ്യം ഇതുപോലെ ഒരു കുഞ്ഞ് സെക്ഷൻ എടുത്തിട്ട് ഇതിനെ ഫുള്ള് പിന്നുക. അതിന് ശേഷം ഇതിൻ്റെ ചുറ്റും ട്വിസ്റ്റ് ചെയ്തെടുത്തിട്ട് ഇവിടെ ഒരു സ്ലൈഡ് കൊണ്ട് സെക്യൂർ ചെയ്യാം. ഇതങ്ങനെ പിന്നാൻ നിങ്ങൾക്ക് വയ്യാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുത്താലും മതി. പിന്നെ അത് മെനക്കേടാണെന്നുണ്ടെങ്കിൽ ദിസ് ഇസ് ഓൾസോ ഫൈൻ. ആൻഡ് പണി കഴിഞ്ഞിട്ടില്ല. ഇതിനൊരു കംപ്ലീറ്റ് ലുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ഈ സൈഡിൽ നമ്മൾ ചുറ്റി വെച്ച പൂവിൻ്റെ അത് ഞാൻ ആ മുടി എങ്ങനെയും ഇരുന്നോട്ടെ എന്ന് പറഞ്ഞു വെച്ചാൽ നമ്മൾ മുല്ലപ്പൂ എടുത്ത് ആക്ച്വലി ഇങ്ങനെ ചുറ്റി വെക്കുമ്പോഴത്തേനും സൈഡിൽ ഒന്ന് സെക്യൂർ ചെയ്താൽ മതി. വെക്കുമ്പോൾ നല്ല ഭംഗിയിരിക്കും. സോ ഞാൻ മുടിയൊക്കെ ഫുൾ മാറ്റി നമ്മളിനി നെക്സ്റ്റ് ഒരു ഹെയർ സ്റ്റൈൽ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഈ ഒരു ഹെയർ സ്റ്റൈലിന് മിഡിൽ പാർട്ടിഷൻ എടുത്താണ് ഞാൻ ചെയ്യണത്. അപ്പോൾ ഇതിന് ഞാൻ വേറൊരു രീതിയിലാണ് ഫ്രണ്ട് കെട്ടുന്നത്. നമ്മൾ നേരത്തെ ചെയ്ത അതേ ബ്രെയ്ഡ് വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഹെയർ സ്റ്റൈലിന് ട്രൈ ചെയ്യാം. ഇറ്റ് വിൽ ബി നൈസ്. അപ്പോൾ ഇതിന് നമുക്ക് കോംബോ ഒന്നും വേണ്ട കേട്ടോ. നമ്മൾ ജസ്റ്റ് മിഡിൽ പാർട്ടിഷൻ എടുത്ത് നമ്മൾ ചെയ്യിടുക. ഇനി കോംബോ വേണ്ട നമ്മൾ ഉദ്ദേശിച്ചത്. അതായത് നമ്മുടെ 5 വിരലില്ലേ, അതിന് ഈ 4 ഫിംഗേഴ്സ് യൂസ് ചെയ്ത് ഇങ്ങനെ എടുക്കുക, എന്നിട്ട് ട്വിസ്റ്റ് ചെയ്യുക. ഓക്കെ, ഇതാണ് ഡിഗ്രി. ഇങ്ങനെ ഫസ്റ്റ് 4 ഫിംഗേഴ്സ് വെച്ച് ഇങ്ങനെ നമ്മൾ മുടി ചൊറിയത്തില്ലേ, അതുപോലെ ഇങ്ങനെ തന്നെ എടുത്ത് ട്വിസ്റ്റ് ചെയ്യുക. പിന്നെ ബാക്കി ഇവിടെ നിന്ന് എടുത്ത് ട്വിസ്റ്റ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ രണ്ടിൻ്റെയും ഒന്ന് ഹൈറ്റ് ഇതാ ഇങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഇതാ
ഇതാണ്, എനിക്കിത് ഇച്ചിരി വ്യത്യാസം തോന്നുന്നുണ്ട്. ബട്ട് ഇതാണ് നമ്മുടെ ഹെയർ സ്റ്റൈൽ. ഇതേ സാധനം തന്നെ വേറൊരു രീതിയിലും കൂടി ഞാൻ എടുക്കാൻ പറഞ്ഞുതരാം. സോ ഈ സൈഡ് ചേഞ്ച് ചെയ്യാൻ നമ്മൾ നേരത്തെ എടുത്തത് തന്നെ ഇങ്ങനെ എടുക്കുക, ട്വിസ്റ്റ് ചെയ്യുക, ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യണേ. ഇങ്ങനെ മുടി നേരത്തെ നമ്മൾ വെച്ചാൽ ഇങ്ങനെ എടുത്തിട്ട് ഫുൾ ഹെയർ ട്വിസ്റ്റ് ചെയ്തിൽ അതിനൊരു ബേസ് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എടുത്ത് ട്വിസ്റ്റ് ചെയ്യുക, ട്വിസ്റ്റ് ചെയ്തിട്ട് കണ്ടോ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് അതിനെ ട്വിസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുക. അതിൻ്റെ കൂടെ വീണ്ടും ഇവിടുന്ന് എടുക്കുക, ട്വിസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുക, വീണ്ടും എടുക്കുക, ട്വിസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുക, വീണ്ടും എടുക്കുക, ട്വിസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുക. മറ്റൊന്നിൽ ചേർക്കൂ ബ്രൂ. ഇപ്പം രണ്ടിൻ്റെ ഹൈറ്റ് ഈ രണ്ട് രീതിയിൽ എടുത്താലും നിങ്ങൾക്ക് സെയിം സാധനം കിട്ടും. ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് രണ്ടിൻ്റെയും ആ ഒരു ഹൈറ്റ് ഒരേപോലെ ആക്കുന്നത് വരെ നിങ്ങൾ വീണ്ടും ചെയ്യണമെന്നേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ഹെയർ സ്റ്റൈൽ. ആൻഡ് ഇതും നമുക്ക് നേരത്തെ പോലെ പൂ വെച്ചിട്ടോ അടിയെന്നോ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം. സോ ഞാനൊരു ബ്രെയ്ഡ് ചെയ്യാൻ പോവാണ്. സോ ഫ്രണ്ടിലേക്ക് ഇങ്ങനൊരു ബൺ ഇട്ടതിന് ശേഷം കുറച്ച് മുടി എടുക്കുക. നമുക്ക് ഇവിടുന്ന് നിട്ട് ഒരു കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് അതിനിങ്ങനെ ട്വിസ്റ്റ് ചെയ്യും. ട്വിസ്റ്റ് ചെയ്തതിന് ശേഷം ബാക്കിലൊരു സ്ലൈഡ് വെച്ച് സെക്യൂർ ചെയ്യണേ. ഇത് കണക്ക്. എന്നിട്ട് ഇതിനൊന്ന് ഇങ്ങനെ ബൾജ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഇത് കണക്ക് ട്വിസ്റ്റ് ചെയ്യാം. ഈ ഹെയർ സ്റ്റൈൽ ഞങ്ങൾ എവിടെയോ കണ്ടിട്ടുണ്ട് എന്ന് ചിലർ വിചാരിക്കുന്നുണ്ടാവും. ഇത് ആക്ച്വലി ഞാൻ പണ്ട് ടിക്ടോക്ക് ഉണ്ടായിരുന്ന ടൈമിൽ ടിക്ടോക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. റീൽസോ ഇൻസ്റ്റഗ്രാമോ ഒന്നുമല്ല, ടിക്ടോക്കിൽ ഞാൻ ഈ ഒരു ഹെയർ സ്റ്റൈൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതെൻ്റെ ഒരു പണ്ടത്തെ തൊട്ടുള്ള ഒരു മെയിൻ ഹെയർ സ്റ്റൈലാണ്. ആൻഡ് എനിക്ക് ഇച്ചിരി വെറൈറ്റി ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈൽ. ഞാൻ അധികം ആരും അങ്ങനെ കെട്ടുന്ന കണ്ടിട്ടില്ല. ഇതുപോലൊന്ന് വീണ്ടും ചെയ്യുക. അപ്പോൾ നല്ല ലെങ്ത് ഉള്ളവർക്ക്, എനിക്ക് ആ സമയത്ത് കുറച്ചും കൂടി മുടി ലെങ്ത്തും തിക്നെസ്സും ഉണ്ടായിരുന്നു. ഞാൻ ആ വീഡിയോ കിട്ടിയാലും ഞാനിവിടെ കാണിച്ചത്. എനിക്കൊന്ന് യൂട്യൂബിൽ ഞാൻ ഈയിടയ്ക്ക് കണ്ടു, ആരോ എടുത്ത് അപ്ലോഡ് ചെയ്തിട്ട്. അപ്പോൾ കട്ടിയൊക്കെ ഉള്ളവർക്ക്, നല്ല ലെങ്ത് ഉള്ളവർക്ക് ആക്ച്വലി ഒരു അടിപൊളി ഹെയർ സ്റ്റൈലാണ്. നല്ല ഭംഗിയാണ് കെട്ടി കഴിയുമ്പോൾ. ഞാനിപ്പോൾ കെട്ടുമ്പോൾ തോന്നില്ല, കാരണം എൻ്റെ മുടി ഫുൾ സ്പ്ലിറ്റൻസ് വന്ന് പൊട്ടിയിരിക്കുകയാണ്. ഇപ്പം ഓണത്തിൻ്റെ ഒക്കെ കുറേ ഷൂട്ട്സ് ആയപ്പോഴത്തേനും എനിക്ക് ഹെയർ കട്ട് ചെയ്യണം. ഞാൻ ഓർത്തു ഇനി എല്ലാ ഷൂട്ടും കൂടി കഴിഞ്ഞ് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതാണ് ഹെയർ സ്റ്റൈൽ. ഇത് പക്ഷെ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് ചിലപ്പോൾ ചിലർക്ക് ഇഷ്ടപ്പെടില്ല. പക്ഷെ പ്രോപ്പറായിട്ട് പൂ വെച്ചാൽ നല്ല ഭംഗിയാണ്. അതായത് ഈ ബണ്ണ് നമ്മൾ കവർ ചെയ്ത് വെക്കണം. അപ്പോൾ ഈ ബണ്ണ് ആക്ച്വലി കാണരുത്. ബണ്ണ് കാണുമ്പോൾ ഒരു വൃത്തിയില്ലായ്മയാണ് ആക്ച്വലി. അപ്പോൾ സ്ലൈഡ് വെച്ച് നിങ്ങൾ ബണ്ണിനെ കവർ ചെയ്യുക. എന്നിട്ട് എവിടേക്കാണ് നമ്മൾ ഇത് ചെയ്തിട്ടുള്ളത് അവിടേക്ക് പൂ വെച്ച് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് വെക്കുക. കുഞ്ഞ് ഹെയർ ബാൻഡ് ഇട്ടാൽ മതി, സെക്യൂർഡ് ആയിട്ടിരിക്കും. സ്റ്റൈലിഷ് ആവാൻ വേണ്ടി നമുക്ക് ഇവിടുന്ന് ഹെയർ വേണമെങ്കിൽ ഫ്രണ്ടിലേക്ക് ഇടാം. ഓക്കെ, ആൻഡ് വി ആർ ഡൺ. എങ്ങനെയുണ്ട്? ഓക്കെ, സോ ഇനി നെക്സ്റ്റ് ഹെയർ സ്റ്റൈൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ സെൻറ്റർ പാർട്ടീഷൻ എടുക്കുക. സെൻറ്റർ പാർട്ടീഷൻ സൈഡ് പാർട്ടീഷൻ നിങ്ങളുടെ ഇഷ്ടം പോലെ എടുക്കുക. എൻ്റെ കൈ കിടക്കുന്ന സാധനം കണ്ടോ, ഇതാണ് നമ്മുടെ ഇന്നത്തെ പ്രോപ്പർട്ടി. ഇത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ ത്രിഫ്റ്റ് പേജ് ഉണ്ട്. സോ ത്രിഫ്റ്റ് പേജിൽ ഞാൻ ഇത് ത്രിഫ്റ്റ് ആയിട്ടല്ല, പക്ഷെ ത്രിഫ്റ്റ് പേജിൽ ഞാൻ ഇതിൻ്റെ സ്റ്റോറി ഇട്ടിട്ടുണ്ട്, ഡീറ്റെയിൽസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. സോ ഇതുപോലെ കോംബ് ചെയ്ത് നല്ല വൃത്തിക്ക് നല്ല ഫ്ലാറ്റായിട്ട് നമുക്ക് കോംബ് ചെയ്യാം. ഓക്കെ, ഈ ഒരു 2 സ്ട്രാൻഡ്സ് കളറൊക്കെ വെച്ചൊന്ന് കേൾ ചെയ്തൊക്കെ ഇട്ടാൽ അല്ലെങ്കിൽ സ്ട്രൈറ്റ് ചെയ്തൊക്കെ ഇട്ടാൽ ഒരു ഭംഗിയാണത്. അപ്പോൾ ഓൾസോ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ഹെയർ സ്റ്റൈൽ ഒന്നും ചെയ്യാൻ ഇഷ്ടമല്ല, അതിനൊന്നും സമയമൊന്നുമില്ലെങ്കിൽ നിങ്ങൾ എങ്ങോട്ടാണോ ഹെയർ പാർട്ടീഷൻ എടുക്കുന്നത് അതിങ്ങനെ എടുക്കുക. പിന്നെ ഇച്ചിരി മുല്ലപ്പൂ മേടിക്കുക. മേടിക്കണം കേട്ടോ, ഓണമല്ലേ, അപ്പോൾ മുല്ലപ്പൂ ആവാം. ഇങ്ങനെ 4 ആയിട്ട് ഫോൾഡ് ചെയ്തിട്ട്
ഇച്ചിരി ഫ്രണ്ടിലോട്ട് കാതിൻ്റെ ആ ഒരു സൈഡിലേക്ക് വെച്ച് സെക്യൂർ ചെയ്യണേ. എന്നാലേ ഫ്രണ്ടിൽ കാണുള്ളൂ. ലൈക്ക് നമ്മളിങ്ങനെ നിന്നാൽ പൂ കാണണം. ആ രീതിയിൽ സെക്യൂർ ചെയ്ത് കൊടുക്കുക. സിമ്പിൾ ഹെയർ സ്റ്റൈലാണ്. സോ നെക്സ്റ്റ് നമ്മൾ സെൻട്രൽ പാർട്ടീഷൻ എടുത്തു, സൈഡ് പാർട്ടീഷൻ കാണിച്ചു. ഇനി നമുക്ക് ഒരു പാർട്ടീഷനും ഇല്ലാണ്ട് ചെയ്യുന്ന ഒരു ഹെയർ സ്റ്റൈൽ നോക്കാം. സോ അതിന് നമ്മുടെതാ ഈ ഐബ്രോൻ്റെ ഹാഫെന്നും ഈ ഐബ്രോൻ്റെ ഹാഫെന്നും സ്ട്രെയിറ്റ് മുകളിലേക്ക് പോയിട്ട് ഇങ്ങനെ സാധനം എടുക്കാം. ഓക്കെ, അതായത് നമ്മുടെ ഈ ഐബ്രോൻ്റെ പോർഷനും ഈ ഐബ്രോയുടെ പോർഷനും ഇങ്ങനെ വിരൽ വെച്ചിട്ട് നേരെ മുകളിലേക്ക് പോവുക. നേരെ മുകളിലേക്ക് പോവുക ആൻഡ് ഡു ലൈക്ക് ദിസ്. അപ്പോൾ ഇതിൽ കെറ്റ പഫ്. ആ പഫിനെ പിന്നെ കോംബ് ചെയ്ത് വൃത്തിയാക്കി കൊടുക്കണം. ഇതിലെപ്പോഴും ഇതുപോലത്തെ ടക്ക് സ്ലൈഡ് വെക്കുന്നതാണ് നല്ലത് ഈ ഒരു ഹെയർ സ്റ്റൈലിൽ. എടുക്കാം, ഈ സെക്ഷനൊന്നും എടുക്കാം. എന്നിട്ട് ഇവിടെ എത്തിയിട്ട് ഇതിനെ ഒന്ന് ക്രോസ് ചെയ്യാം. അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്തിട്ട് പിന്നെ വയ്ക്കാം. സോ സ്ലൈഡൊക്കെ വെച്ച് സെക്യൂർ ചെയ്തിട്ട് ഒന്ന് കോതി വൃത്തിയാക്കി കൊടുക്കുക. ഞാൻ തളർന്നു ഗൈസ്. ഇവിടെ ആക്ച്വലി റൂമിൽ AC വെച്ചിട്ടില്ല. AC ഒക്കെ ഇനി വെക്കുകയുള്ളൂ. അപ്പോൾ ഫാൻ ഇട്ടാൽ സൗണ്ട് കേൾക്കും എന്ന് വെച്ചിട്ട് ഞാൻ ഫാനും കൂടെ ഇടാണ്ടാണ് ഷൂട്ട് ചെയ്യണത്. ഞാൻ വേർക്കുന്നുണ്ട്, നല്ലോണം ക്ഷീണിച്ചു. ഓക്കെ, ഈ ഒരു രീതിയിലും നമുക്ക് നേരത്തെ ഇങ്ങനെ ഒന്ന് കെട്ടിയിട്ട് നമുക്ക് നേരത്തെ പറഞ്ഞ ഈ ഹൈ പോണി അല്ലെങ്കിൽ ഫ്രണ്ട് ബ്രെയ്ഡോ മറ്റേ ബൺ കെട്ടുന്ന ഹെയർ സ്റ്റൈലോ ഏത് സാധനം വേണമെങ്കിലും നമുക്ക് ഇതിൻ്റെ കൂടെയും ചെയ്യാം. എന്നിട്ട് നമുക്ക് ഈ ഹെയറിനെ ഫുൾ ഫ്രണ്ടിലേക്ക് ഇട്ടിട്ട് ഞാൻ ഫിഷ് ബ്രെയ്ഡ് ചെയ്യാൻ പോവാണ്. സോ ലൈക്ക് 2 സെക്ഷനാക്കി എടുക്കുക. ഇവിടുന്ന് ഇച്ചിരി മുടിയെടുക്കുക, ഇപ്പുറത്ത് വയ്ക്കുക. ഇവിടുന്ന് ഇച്ചിരി മുടിയെടുക്കുക, ഇപ്പുറത്ത് വയ്ക്കുക. റിപ്പീറ്റ്. ഇവിടുന്ന് ഇച്ചിരി എടുക്കുക, അപ്പുറത്ത് വയ്ക്കുക. ഇച്ചിരി എടുക്കുക, ഇപ്പുറത്ത് വയ്ക്കുക. ഇത് ആക്ച്വലി കുറച്ച് മുടിയെടുത്ത് ചെയ്താൽ യു വിൽ ഗെറ്റ് എ ബ്യൂട്ടിഫുൾ ഫിഷ് ഫ്രൈ. അപ്പോൾ എനിക്കിപ്പോൾ അതിനുള്ള പേഷ്യൻസ് ഇല്ല. ഞാൻ നല്ലോണം തളർന്നു. എനിക്ക് ഇത് വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ വേഗം ഫാസ്റ്റായിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഇതിപ്പോൾ ഒരു നോർമൽ ബ്രെയ്ഡ് പോലെ വരും മിക്കവാറും. നമുക്ക് നോക്കാം. ഞാൻ സാധാരണ പുള്ളി ഇത് വയ്ക്കുക ഇങ്ങനെ. ഓക്കെ, ഡൺ വിത്ത് ദി ഹെയർ സ്റ്റൈൽ. കൊള്ളാല്ലേ? ഞാൻ ആക്ച്വലി പണ്ട് എപ്പോഴും കിട്ടുന്ന ഒരു ഹെയർ സ്റ്റൈൽ ഉണ്ട്. ഒത്തിരി നാളായി ഞാൻ ഇത് കെട്ടിയിട്ട്. ബട്ട് ഇറ്റ്സ് നൈസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫുള്ള് ബ്രെയ്ഡ് ചെയ്ത് കഴിഞ്ഞു. നല്ലൊരു ലുക്കാണ് ഇത്. കുർത്തീസിൻ്റെ ഒക്കെ കൂടെയും നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റിയൊരു ലുക്കാണ്. ഓക്കെ, സോ നമുക്കിനി പൂ വയ്ക്കാം. പൂവ് ഇവിടെ വെച്ചിട്ട് ഇത് മാത്രം ഇങ്ങനെ വെച്ചിട്ടുണ്ടോ? ഇത് മാത്രം വയ്ക്കുന്നത് കൊള്ളാം. നമുക്ക് നേരത്തെ പോലെ ട്വിസ്റ്റ് ചെയ്യാം. ബ്രെയ്ഡ് നോക്കാം കാണില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ മാത്രം വയ്ക്കുന്നുള്ളൂ. ഇവിടെ മാത്രം വെച്ചിട്ട് ഓക്കെ, സോ നമ്മളിതാ ഹെയർ സ്റ്റൈൽ വീഡിയോ അങ്ങനെ കംപ്ലീറ്റ് ചെയ്തു. കുറേ നാളുകൊണ്ട് കുറേ പേര് റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ ഓണത്തിൻ്റെ ടൈമിൽ കറക്റ്റ് ടൈമാണെന്ന് തോന്നുന്നു ഞാൻ ഇട്ടത്. അത് ലേറ്റ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾ ഈ ഹെയർ സ്റ്റൈൽ ഏതെങ്കിലും ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കെട്ടിയിട്ട് എനിക്ക് ഫോട്ടോ ഇൻസ്റ്റയിൽ അയച്ചു തരാം. അപ്പോൾ എനിക്കും കാണാമല്ലോ. സോ നിങ്ങൾക്കിത് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു, യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. എനിക്ക് അറിയാവുന്ന കുറച്ച് ലിമിറ്റഡ് ഹെയർ സ്റ്റൈൽസ്, ഞാൻ ട്രൈ ചെയ്യുന്ന ഹെയർ സ്റ്റൈൽസാണ് ഞാൻ പറഞ്ഞത്. ഭയങ്കരമായിട്ടുള്ള അടിപൊളി സാധനം അങ്ങനെയൊന്നും അല്ലാന്ന് എനിക്കറിയാം. കുറച്ച് സിമ്പിൾ ആൻഡ് നോർമലി നമുക്ക് സ്വന്തമായിട്ട് കെട്ടാൻ പറ്റുന്ന രീതിയിലുള്ള ഹെയർ സ്റ്റൈൽസാണ് ഞാനിതിൽ കാണിച്ചു തന്നത്. സോ ഐ തിങ്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ ഈ വീഡിയോ എൻഡ് ചെയ്യാണ്. ഞാൻ എന്താ ചുമക്കാൻ തുടങ്ങി. ആക്ച്വലി നല്ല ചൂടുണ്ട് ഇവിടെ. അപ്പോൾ ഫാൻ ഇട്ടാൽ സൗണ്ടിൽ ഡിസ്റ്റർബൻസ് ആവുന്ന വെച്ചാൽ ഞാൻ ഫാൻ പോലും ഇടാണ്ടാണ് വീഡിയോ എടുത്തത്. അപ്പോൾ നല്ല വേർത്ത് ചുമന്ന് തുർത്തു ഞാൻ. ഓക്കെ, അപ്പോൾ ഞാൻ അങ്ങനെ വീഡിയോ എൻഡ് ചെയ്യാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ. ഡു ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാതെ കുറേ പേര് കാണുന്നുണ്ട്. ഓക്കെ, അപ്പം ശരി. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.